ഹായ് വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഇന്ന് നമ്മുടെ KTU BTech 2024 സ്കീം ഗ്രൂപ്പ് എ ഡിസ്ക്രീറ്റ് മാത്സിന്റെ സെക്കൻഡ് മോഡ്യൂൾ പ്രപ്പോസിഷണൽ ലോജിക് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഡിസ്ക്രീറ്റ് മാത്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള മാത്സ് സബ്ജക്ട്സ് പോലെ അല്ല. ഇതിൽ കുറച്ച് ലോജിക്കൽ തിങ്കിങ് വഴിയാണ് നമുക്ക് ഈ ഒരു സബ്ജക്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടെ ഈസി ആണ് പഠിക്കാൻ. പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കി നമ്മുടേതായിട്ടുള്ള ഒരു ലോജിക് യൂസ് ചെയ്തുകൊണ്ട് അത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനും പറ്റുള്ളൂ. ഓക്കെ, സോ ഈ ഒരു മോഡ്യൂൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് പ്രപ്പോസിഷണൽ ലോജിക്. അപ്പൊ ആദ്യം പ്രപ്പോസിഷൻ എന്താണെന്ന് അറിയണം, എന്നിട്ട് നമുക്ക് പ്രപ്പോസിഷൻ ലോജിക്കിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ ഡിജിറ്റൽ പഠിക്കുമല്ലോ, ബൈനറി ഓപ്പറേഷൻസ് പഠിക്കുമല്ലോ, അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കാനും കൂടെ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് ഒരു പ്രപ്പോസിഷൻ എന്നുള്ളതാണ്. സോ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ്. ആ സെന്റൻസ് ട്രൂ ആവാം, ഫോൾസ് ആവാം, പക്ഷെ രണ്ടും കൂടെ ആവരുത്. ട്രൂവും ഫാൾസ്, ചിലപ്പോൾ ട്രൂ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫോൾസ് ആവാം, അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഏത് ട്രൂ ഓർ ഫോൾസ്, ഒന്നില്ലെങ്കിൽ ട്രൂ ആവണം അല്ലെങ്കിൽ ഫോൾസ് ആവണം. അങ്ങനെയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒന്ന് എക്സാമ്പിൾസ് പറയാം. സീ ഹിയർ, Washington DC is the capital of United States of America. യുടെ ക്യാപിറ്റൽ ആണ് വാഷിംഗ്ടൺ DC. രണ്ടാമത്തത്, Toronto is the capital of Canada. Next, 1 plus 1 is equal to 2. അടുത്ത സെന്റൻസ് ഇതാണ്, 2 plus 2 is equal to 3. ഇതില് ഏതൊക്കെ സെന്റൻസ് പ്രപ്പോസിഷൻ ആണ്? ഇപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. വാഷിംഗ്ടൺ DC is a capital of USA. ഇതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്, ഇത് പ്രപ്പോസിഷൻ ആണ്. അപ്പൊ ഇത് ട്രൂ ആണെന്ന് നമുക്കറിയാം അല്ലെ, ട്രൂ ആണെന്ന് നമുക്കറിയാം. ഇനി ടൊറാന്റോ is a capital of Canada, അത് ട്രൂ ആണോ? അല്ല, അത് ഫോൾസ് ആണ്. പക്ഷെ അതൊരു പ്രപ്പോസിഷൻ ആണ്, അല്ലെങ്കിൽ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. അത് ട്രൂവോ ഫോൾസോ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് ഫോൾസ് ആണെങ്കിലും അതൊരു പ്രപ്പോസിഷൻ ആണ്, അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. മൂന്നാമത്തെ 1 plus 1 is equal to 2, it is true and it is a proposition. 2 plus 2 is equal to 3, 2 plus 2 is equal to 3 അല്ല നമുക്കറിയാം, അത് ഫോൾസ് ആണ് നമുക്കറിയാം. പക്ഷെ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. നമ്മൾ പറയുന്നത് 2 plus 2 is equal to 3, അത് ഫോൾസ് ആണെന്നേ ഉള്ളൂ, പക്ഷെ അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഇനി പ്രപ്പോസിഷൻ അല്ലാത്ത സെന്റൻസുകൾ ഉണ്ട്. See, what time is it? അത് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് അല്ല. റീഡ് ദിസ് കെയർഫുള്ളി, അത് ഇപ്പൊ ട്രൂ ആണെന്നോ ഫോൾസ് ആണെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി x plus 1 is equal to 2, x plus 1 is equal to 2 എന്ന് പറയുമ്പോൾ അത് നമുക്ക് ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. എക്സിന് ഒരു വാല്യൂ വരുമ്പോൾ നമുക്ക് അത് പറയാം. അതേപോലെ നെക്സ്റ്റ് x plus y is equal to z, അവിടെയും നമുക്ക് ഈ ഒരു സെന്റൻസ് ട്രൂ ആണോ അല്ലെങ്കിൽ ഫോൾസ് ആണോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിലൊരു വാല്യൂ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും. അപ്പൊ ഇപ്പൊ പറഞ്ഞതൊന്നും എന്തല്ല, പ്രപ്പോസിഷൻസ് അല്ല. വൈ? ബിക്കോസ് അത് നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പൊ എന്താണ് പ്രപ്പോസിഷൻ എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പ്രപ്പോസിഷനെ നമ്മൾ കുറച്ച് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ന്യൂമറിക്കൽ വേരിയബിൾസ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ PQRS നമ്മൾ യൂസ് ചെയ്യും. ആ PQRS വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു ലോജിക് യൂസ് ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മൾ പ്രപ്പോസിഷൻ കാൽക്കുലസ് അല്ലെങ്കിൽ പ്രപ്പോസിഷൻ ലോജിക് എന്നൊക്കെയാണ് പറയുന്നത്. ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പ്രപ്പോസിഷൻ ലോജിക്കിലേക്ക് പോവാണ്, നമ്മളുടെ ആ ഒരു ടോപ്പിക്കിലേക്ക് പോവാണ്. അപ്പൊ അതിന്റെ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതിന് നമ്മളെ ഫസ്റ്റ് ഡെഫിനിഷൻ ഇതാണ്, ലെറ്റ് P be a proposition. ഓക്കെ, അപ്പൊ നമ്മൾ P എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്ത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ കുറച്ച് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. ലെറ്റ് P be a proposition. Now the negation of P denoted by not P. ഓക്കെ, ആ നെഗേഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ P കോംപ്ലിമെന്റ് പോലെയും ഡിനോട്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്, it is not the case that P. ഇപ്പൊ നമ്മൾ P എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആണെങ്കിൽ അതിന്റെ നെഗേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? It is not the case that P.
അതിനെ നമ്മൾ നോട്ട് പി അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് പി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് ദ ട്രൂത്ത് വാല്യൂ ഓഫ് പി എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിന് ശരിക്കും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ പല രീതിയിലും ചിലപ്പോൾ ഇതിന്റെ നൊട്ടേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ ഈ നോട്ട് പി അല്ലെങ്കിൽ നെഗേഷൻ ഓഫ് പി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോമാറ്റ് എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്യുന്നത് നോട്ട് പി. ഇങ്ങനെയാണ് നമ്മൾ നോട്ട് പി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഒരു ഇത് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോട്ട് പി എന്ന് പറഞ്ഞപ്പോ പി ട്രൂ ആണെങ്കിൽ നോട്ട് പി ഫോൾസ്, പി ഫോൾസ് ആണെങ്കിൽ നോട്ട് പി ട്രൂ. അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇത് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത്. പക്ഷെ അത് ഡിനോട്ട് ചെയ്യുന്ന കാര്യം അതിന്റെ വിത്ത് എക്സാമ്പിൾസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡെഫിനിഷൻ ഈ പ്രൊപ്പോസിഷൻ ലോജിക്കിൽ വരുന്ന ഫസ്റ്റ് ഡെഫിനിഷൻ ഈ നെഗേഷൻ ഓഫ് പി ആണ്. നെഗേഷൻ ഓഫ് പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ദ കേസ് ഓഫ് പി. പി ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് പി ഫോൾസ്, പി ഫോൾസ് ആണെങ്കിൽ നെഗേഷൻ ഓഫ് പി ട്രൂ. ഓക്കെ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കൺജങ്ഷൻ ഓഫ് പി. ഓക്കെ, കൺജങ്ഷൻ ഓഫ് പി. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് പ്രൊപ്പോസിഷൻ എടുക്കുന്നുണ്ട്, പിയും ക്യൂവും. അപ്പൊ ഇതിന്റെ കൺജങ്ഷൻ ഓഫ് പി ഇതിങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്, പി കൺജങ്ഷൻ ക്യൂ, അല്ലെങ്കിൽ ഇത് പി ആൻഡ് ക്യൂ. ഓക്കെ, കൺജങ്ഷൻ ഓഫ് പി, പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ദ കൺജങ്ഷൻ പി ആൻഡ് ക്യൂ ഈസ് ട്രൂ വെൻ ബോത്ത് പി ആൻഡ് ക്യൂ ആർ ട്രൂ ആൻഡ് ഈസ് ഫോൾസ് അതർവൈസ്. നമ്മള് ബൈനറി ഓപ്പറേഷൻസ് നമ്മൾ ഡിജിറ്റൽ ലോജിക്കിൽ എങ്ങനെയാണോ ആൻഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ്. അതായത് പിയും ക്യൂവും ട്രൂ ആണെങ്കിൽ മാത്രം അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ പി കൺജങ്ഷൻ ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആവുള്ളൂ. ട്രൂത്ത് ടേബിൾ നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. പിയും ക്യൂവും നമ്മൾ എടുക്കുന്നു, പി ട്രൂ ക്യൂ ട്രൂ. അങ്ങനെയാണെങ്കിൽ പി ആൻഡ് ക്യൂ ട്രൂ ആവും, ബാക്കിയുള്ള എല്ലാ കേസിലും ഫോൾസ് ആവും. ക്ലിയർ ആയോ? അതാണ് പി ആൻഡ് ക്യൂ. പി ശരിയാണോ ക്യൂവും ശരിയാണോ എന്നാൽ പി ആൻഡ് ക്യൂ ശരിയാണ്. ബാക്കി ഏത് കണ്ടീഷൻ എടുത്താലും പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. ഇതിനെയാണ് കൺജങ്ഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺജങ്ഷൻ ഓഫ് ടു പ്രപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ സെക്കൻഡ് ഡെഫിനിഷൻ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മൂവിങ് ഓൺ ടു ദ തേർഡ് വൺ. ഇപ്പൊ നമ്മള് പഠിച്ചത് കൺജങ്ഷൻ ആണെങ്കിൽ അടുത്തത് ഡിസ്ജങ്ഷൻ. അപ്പോ പി ഓർ ക്യൂ. ഓക്കെ, അതെങ്ങനെ നോട്ടേറ്റ് ചെയ്യുന്നതെന്ന് ആ ഒരു ഡിനോട്ട് ചെയ്യുന്നത് മാത്രം കൺഫ്യൂഷൻ ഇല്ലാണ്ട് മനസ്സിലാക്കി വെക്കുക. പി ഓർ ക്യൂ. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ എന്തായിരിക്കും പി ഓർ ക്യൂയുടെ ട്രൂത്ത് ടേബിൾ വരാന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ്? അതായത് ഏതെങ്കിലും ഒന്ന് ട്രൂ ആയി കഴിഞ്ഞാൽ ട്രൂ ആവുക, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഡിസ്ജങ്ഷൻ P or Q is false when both P and Q are false. അതായത് പിയും ക്യൂവും ഫോൾസ് ആണെങ്കിൽ ഇത് ഫോൾസ് ആവും. ഓക്കെ, പിയും ക്യൂവും ഫോൾസ് ആണെങ്കിൽ ഇത് ഫോൾസ് ആവും, അല്ലാത്ത എല്ലാ കേസിലും എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. വളരെ സിമ്പിൾ ആണ്. ക്ലിയർ ആയോ? പി ഓർ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പിയും ഫോൾസ് ആണ് ക്യൂവും ഫോൾസ് ആണെങ്കിൽ പി ഓർ ക്യൂ ഫോൾസ് ആയിരിക്കും, ബാക്കിയുള്ള കേസിലെല്ലാം ട്രൂ ആയിരിക്കും. ദാറ്റ് ഈസ് ഡിസ്ജങ്ഷൻ ഓഫ് two prepositions. Clear? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ഓർ, അല്ലെങ്കിൽ നമ്മളെ എക്സോർ എന്നൊക്കെ പറയാം. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ് ഓർ ഓഫ് ടു പ്രപ്പോസിഷൻസ് എങ്ങനെ വരാന്ന് വെച്ചാൽ പിയും ക്യൂവും രണ്ട് പ്രപ്പോസിഷൻസ് ആണ്. പി എക്സോർ ക്യൂ എങ്ങനെ വരാം? പി എക്സോർ ക്യൂ എങ്ങനെ വരാന്ന് വെച്ച് കഴിഞ്ഞാല് പിയോ ക്യൂവോ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആണെങ്കിൽ, ഓക്കെ, പി ഓർ ക്യൂ അല്ലെങ്കിൽ പി എക്സോർ ക്യൂ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ട്രൂ. ക്ലിയർ? പിയോ ക്യൂവോ, ഇവിടെ ട്രൂത്ത് ടേബിൾ നോക്കുക. പിയോ ക്യൂവോ ഏതെങ്കിലും ഒരെണ്ണം എക്സാക്ട്ലി വൺ ഓഫ് പി ആൻഡ് ക്യൂ ഈസ് ട്രൂ. അങ്ങനെയാണെങ്കിൽ പി എക്സോർ ക്യൂ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. അപ്പൊ പിയും ട്രൂ ആണ് ക്യൂവും ട്രൂ ആണെങ്കിൽ പി എക്സോർ ക്യൂ എന്തായിരിക്കില്ല? ട്രൂ ആയിരിക്കില്ല, അത് ഫോൾസ് ആയിരിക്കും. ഇത് ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എ സ്റ്റുഡന്റ് ക്യാൻ ഹാവ് എ സാലഡ് വിത്ത് ഡിന്നർ. ഒരു സ്റ്റുഡന്റിന് സാലഡ്, ഡിന്നറിന് സാലഡ് വേണം, അല്ലെങ്കിൽ സാലഡ് ആവാം. എ സ്റ്റുഡന്റ് ക്യാൻ ഹാവ് സൂപ്പ് വിത്ത് ഡിന്നർ. ഒരു സ്റ്റുഡന്റിന് സൂപ്പ് ആവാം. ഓക്കെ, അപ്പൊ പി എക്സോർ ക്യൂ എങ്ങനെയായിരിക്കും വരുന്നത്? അല്ലെങ്കിൽ പി എക്സോർ ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എ സ്റ്റുഡന്റ് ക്യാൻ ഹാവ് സൂപ്പ് ഓർ
salad but not both with dinner. മനസ്സിലായോ? സ്റ്റുഡന്റിന് സാലഡ് ആവാം, സ്റ്റുഡന്റിന് സൂപ്പ് ആവാം, പക്ഷേ രണ്ടും കൂടെ പറ്റില്ല. അപ്പൊ സ്റ്റുഡന്റ് ക്യാൻ ഹാവ് സൂപ്പ് ഓർ സാലഡ് ബട്ട് നോട്ട് ബോത്ത് വിത്ത് ഡിന്നർ. ഓക്കെ, അപ്പൊ ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സോർ എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് അത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഒന്ന് ട്രൂ ആവുമ്പോൾ, പക്ഷെ എന്താ വരാൻ പാടില്ല? രണ്ടും കൂടെ വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴാണ് എക്സോർ വരുന്നത്. എക്സാമ്പിൾ വെച്ചിട്ട് എപ്പോഴും മനസ്സിലാക്കാൻ എനിക്ക് കൺഫ്യൂഷൻ ആവും. നെക്സ്റ്റ് വരുന്നത് ദാറ്റ് ഈസ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കേട്ടോ. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരെണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മറ്റൊരെണ്ണം പറയുന്നതിനെയാണ് നമ്മൾ എപ്പോഴും കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് ടേംസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശ്രദ്ധിച്ചിരിക്കണം, എങ്കിലേ ഇത് മനസ്സിലാവുള്ളൂ. ലെറ്റ് P and Q be propositions. The conditional statement if P then Q എന്നാണ് പറയുന്നത്. If P then Q is a proposition, that is if P then Q, the conditional statement is false when P is true and Q is false. ബാക്കി എല്ലാ കേസിലും ട്രൂ ആയിരിക്കും. P ട്രൂ ആവുകയും Q false ആവുകയും ചെയ്യുമ്പോൾ മാത്രം false ആവുന്നതാണ് ഈ പറഞ്ഞ if P then Q എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ ഇംപ്ലിക്കേഷൻ എന്നാണ് പറയാം. ഓക്കെ, P implies Q എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. P implies Q, ഇതിന് നമ്മൾ ഇംപ്ലിക്കേഷൻ ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? P ട്രൂ ആവുകയും Q false ആവുകയും ചെയ്യുമ്പോൾ P implies Q അല്ലെങ്കിൽ if P then Q എന്നുള്ളത് false ആവും, ബാക്കിയുള്ള കണ്ടീഷനിലെല്ലാം ട്രൂ ആവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാണ്. ലൈക്ക് ഇപ്പൊ ഒരു എലക്ഷൻ ഒക്കെ വരുന്ന ഒരു സമയത്ത് ഒരു കാൻഡിഡേറ്റ് പറയാണ്, ഇഫ് ഐ ആം എലക്റ്റഡ് then I will lower taxes. ഞാൻ എലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ടാക്സ് ലോവർ ചെയ്ത് തരാം. ഓക്കെ, അപ്പോ അവിടെ നോക്കൂ, പൊളിറ്റീഷ്യൻ എലക്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പോ വോട്ടേഴ്സ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ആ പൊളിറ്റീഷ്യൻ എലക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ടാക്സ് കുറയ്ക്കുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഫസ്റ്റത്തെ കേസ് വരുന്നത്. ദാറ്റ് ഈസ് ഈ ട്രൂത്ത് ടേബിളിലുള്ള ഫസ്റ്റ് കേസ്. നിങ്ങൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് മനസ്സിലാക്കണം കേട്ടോ. അതായത് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ രണ്ട് പ്രൊപ്പോസിഷൻസ് ആണ്. ഇഫ് ഐ ആം എലക്റ്റഡ് then I will lower taxes. സോ ആ ഒരു കാൻഡിഡേറ്റ് എലക്റ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ആ പൊളിറ്റീഷ്യനെ എലക്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെ ആവുമ്പോൾ വോട്ടേഴ്സ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? പൊളിറ്റീഷ്യൻ ടാക്സ് ലോവർ ചെയ്യുന്നു എന്ന് നമ്മൾ വരുന്നുണ്ട്. ഇഫ് പൊളിറ്റീഷ്യൻ ഈസ് നോട്ട് എലക്റ്റഡ്, അപ്പൊ ഇനി നിങ്ങൾ നോക്കേണ്ടത് ഈ രണ്ട് എൻട്രീസ് ആണ്. പൊളിറ്റീഷ്യൻ എലക്ട് ചെയ്യപ്പെടുന്നില്ല, വോട്ടേഴ്സ് എന്ത് ചെയ്യുന്നില്ല? എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതായത് പൊളിറ്റീഷ്യൻ ആ ഒരു ടാക്സ് ലോവർ ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതേസമയം അപ്പൊ ആ ഒരു കണ്ടീഷൻ ഓക്കെ, അതേസമയം അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് വേണമെങ്കിൽ ടാക്സ് ലോവർ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ രണ്ട് കണ്ടീഷനും ഓക്കെയാണ്. എലക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ടാക്സ് ലോവർ ചെയ്യുന്നില്ല, അത് നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി എലക്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും ടാക്സ് ലോവർ ചെയ്യാനുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് അത് ചെയ്യാം. അതേസമയം പൊളിറ്റീഷ്യൻ എലക്ട് ചെയ്യപ്പെടുന്നു, ടാക്സ് ലോവർ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എൻ ഇംപ്ലിക്കേഷൻ. അതാണ് നമ്മളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ രണ്ടാമത്തെ കണ്ടീഷൻ. സി, പൊളിറ്റീഷ്യൻ എലക്ട് ചെയ്യപ്പെടുന്നു, അതേസമയം ടാക്സ് ലോവർ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷനിൽ ഫോൾസ് ആയി കിടക്കുന്ന സിനാരിയോ എന്ന് പറയുന്നത് അതാണ്. Okay, the last scenario corresponds to the case when P is true but Q is false. മനസ്സിലായോ? P ട്രൂവും Q falseും ആയിട്ട് വരുന്നതിൽ മാത്രം നമുക്ക് എന്താണ്? P implies Q എന്ന് പറയുന്നത് false ആയിട്ട് വരുന്നു. അതായത് പൊളിറ്റീഷ്യൻ എലക്ട് ചെയ്യപ്പെടുകയും ടാക്സ് ലോവർ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ. ഇത് മനസ്സിലാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ 2-3 പ്രാവശ്യം ഇത് കേട്ടിട്ട്
നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലാവും. എക്സാമ്പിൾ വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഈസി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കേസ് ഓഫ് ഇംപ്ലിക്കേഷൻ, ദാറ്റ് ഈസ് പി ഇംപ്ലൈ. ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇംപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ അതിൽ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട്. അതായത് ഇതിൽ പി എന്ന് പറയുന്നതിനെ ഹൈപ്പോത്തസിസ് എന്നും അതുപോലെ ക്യൂ എന്ന് പറയുന്നതിനെ കൺക്ലൂഷൻ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ടേമും കൂടെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ അതിന് പല രീതിയിലും പറയുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇഫ് പി ദെൻ ക്യൂ, പി ഇംപ്ലൈസ് ക്യൂ, പി ഓൺലി ക്യൂ വെനെവർ പി, ക്യൂ ഈസ് നെസസറി ഫോർ പി, ക്യൂ വെൻ പി, അങ്ങനെയൊക്കെ പല രീതിയിലും അതിന്റെ യൂസേജ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പ്രഷനും കൂടെ കാര്യങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിലെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്തത് ഇനി ബൈ കണ്ടീഷണൽ ആയിട്ടുള്ള ഇതാണ്. ബൈ കണ്ടീഷണൽ പറഞ്ഞാൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നതാണ്. ബൈ ഇംപ്ലിക്കേഷൻസ് എന്നാണ് നമ്മൾ ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ പറയുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിയും ക്യൂവും ട്രൂ ആവുമ്പോ ട്രൂ ആവുക, പിയും ക്യൂവും ഫോൾസ് ആവുമ്പോ ട്രൂ ആവുക. അതായത് രണ്ടും ട്രൂ അല്ലെങ്കിൽ രണ്ടും ഫോൾസ് ആവുമ്പോ ട്രൂ ആവുന്ന കേസുകളാണ്. അതാണ് ബൈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ, പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ. എങ്ങനെയാണ് അത് ഓർക്കേണ്ടത്? പിയും ക്യൂവും ട്രൂ ആവുമ്പോ നമുക്ക് ട്രൂ കിട്ടുക, അതല്ലെങ്കിൽ പിയും ക്യൂവും ഫോൾസ് ആവുമ്പോ ട്രൂ കിട്ടണം. ഓക്കെ, സോ ദാറ്റ് ഇസ് എ കേസ് ഓഫ് ബൈ കണ്ടീഷണൽ അല്ലെങ്കിൽ നമ്മൾ ബൈ ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി നമ്മളിപ്പം കുറേയധികം ഡെഫിനിഷൻസ് പഠിച്ചു. ഇത് വെച്ചിട്ട് നമുക്കൊരു ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ കണ്ടു അല്ലെ. ഓർ കണ്ടു, ആൻഡ് കണ്ടു, നെഗേഷൻ, നോട്ട് കണ്ടു, ഇംപ്ലൈസ് കണ്ടു. ഇപ്പൊ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് ഒരു ട്രൂത്ത് ടേബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അതാണ് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ. അപ്പൊ ഇതുപോലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും, എന്നല്ല, നിങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻ തന്നിട്ടുണ്ട്. ലൈക്ക് ഇവിടെ നമുക്ക് പി ഓർ നോട്ട് ക്യൂ ഇംപ്ലൈസ് പി ആൻഡ് ക്യൂ എന്നാണ്. അപ്പൊ പിയും ക്യൂവും എന്താണ്? രണ്ട് പ്രൊപ്പോസിഷൻസ് ആണ്. അത് വെച്ചിട്ട് നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതണം. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് പ്രൊപ്പോസിഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ട്രൂത്ത് ടേബിൾ എൻട്രി വരുമ്പോ എന്താണ്? നമുക്ക് ഇത് ഇതുപോലെ തന്നെ 4 റോസ് വരും. ഇപ്പൊ അതിൽ പിയും ക്യൂവും ട്രൂ ട്രൂ, ട്രൂ ഫോൾസ്, ഫോൾസ് ട്രൂ, ഫോൾസ് ഫോൾസ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതുവല്ല ചെയ്യേണ്ടത്. നമ്മൾ അത്രയും എക്സ്പേർട്ട് ആണെങ്കിൽ ഇത് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ ഈ ഒരു കോമ്പൗണ്ട് പ്രൊപ്പോസിഷന്റെ ഔട്ട്പുട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യാം? ഇതിനൊരു ഓർഡർ ഉണ്ട് കേട്ടോ. ആ ഒരു ഓർഡറിൽ വേണം ഈ സംഭവം ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നോട്ട്. ഓക്കെ, ഈ നോട്ട് ക്യൂ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആ ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നെഗേഷൻ ഓഫ് ക്യൂ അല്ലെങ്കിൽ നോട്ട് ക്യൂ, അത് ഈസി അല്ലേ? ക്യൂ ട്രൂ ആണെങ്കിൽ നെഗേഷൻ ഓഫ് ക്യൂ ഫോൾസ്, ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ, ഇവിടെ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫോൾസ്, ഇവിടെ ഫോൾസ് ആണെങ്കിൽ ഇവിടെ ട്രൂ. അപ്പൊ ആ ഒരു കോളം നമ്മൾ വേഗം അങ്ങ് എൻ്റർ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാം? അപ്പൊ നമ്മൾ ഏതൊക്കെ കോളംസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്? ഈ പിയും അതുപോലെ തന്നെ ഇതും എടുക്കുക. ഓർ ആണ് ചെയ്യുന്നത്. ഓർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രണ്ടും ഫോൾസ് ആവുമ്പോൾ മാത്രം ഫോൾസ് വരും അല്ലെ? അപ്പൊ ഫസ്റ്റത്തെ കോളവും തേർഡ് കോളവും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോളം ഫിനിഷ് ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പി ആൻഡ് ക്യൂ ചെയ്യുക. അപ്പൊ ഈ പിയുടെ കോളം നോക്കുക, ക്യൂയുടെ കോളം നോക്കുക. ഇതിന്റെ ട്രൂത്ത് ടേബിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, അതിനനുസരിച്ച് അത് എൻ്റർ ചെയ്യുക. ഇനി എന്താ? ഇംപ്ലൈസ്. അപ്പൊ നമ്മൾ ഇനി ഏതൊക്കെ കോളംസ് ആണ് നോക്കേണ്ടത്? ഈ ഒരു കോളം, ഈ ഒരു കോളം, അതായത് 4th 5th കൂടെ വെച്ചിട്ട് വേണം. ഇംപ്ലൈസിന് നമ്മൾ ഇപ്പൊ ഓൾറെഡി പറഞ്ഞ കേസാണ്. എങ്ങനെയാവുമ്പോഴാണ് നമുക്ക് ട്രൂ വരുന്നത്? ഏതൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ ട്രൂ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സോ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇനി ഈ ഒരു ഇത് എഴുതാനായിട്ട്. സോ സി ഹിയർ, ഇവിടെ നമുക്ക് 2 ട്രൂ വരുന്ന കേസ് ഉണ്ട് അല്ലെ? അപ്പൊ ഈ 2 ട്രൂ വരുന്ന കേസിൽ ട്രൂ, അതുപോലെ ഇവിടെ ട്രൂവും ഫോൾസും വരുന്ന കേസിൽ ഫോൾസ്, ഫോൾസും ഫോൾസും വരുന്ന കേസിൽ ട്രൂ, ട്രൂവും ഫോൾസും വരുന്ന കേസിൽ ഫോൾസ്. സോ ഈ രീതിയിലാണ് നമ്മൾ ട്രൂത്ത് ടേബിൾ ചെയ്യേണ്ടത്.
ഓക്കെ, സോ ഞാൻ ആ പ്രസിഡൻസ് ഓഫ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒന്നും കൂടി പറയാം. നമ്മൾ ഇതുപോലുള്ള കോമ്പൗണ്ട് പ്രൊപ്പോസിഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ട്രൂത്ത് ടേബിൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കാം. ഓപ്പറേറ്ററിന്റെ പ്രസിഡൻസ് എന്ന് പറയുന്നത് ആദ്യം നെഗേഷൻ ആണ് വരുന്നത്, പിന്നെ ആൻഡ്, പിന്നെ ഓർ, പിന്നെ നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റിൽ ഫസ്റ്റ് നമ്മൾ ഇംപ്ലിക്കേഷൻ, പിന്നെ അതേപോലെ തന്നെ ബൈ ഇംപ്ലിക്കേഷൻ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ ആ ഒരു പ്രസിഡൻസ് എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ലെക്ചറിൽ നോക്കാം. ഇപ്പൊ നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ കുറെ അധികം എക്സാമ്പിൾസ് എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഓക്കെ, താങ്ക് യു.